മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? നമ്മളിന്നൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഏത് ക്ഷേത്രമാണെന്നറിയോ? ഇത് തൃശ്ശൂർ ജില്ലയിലെ ചൂരശ്ശേരിയിലുള്ള ചെങ്ങഴി തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലമാണ്. അപ്പം നമുക്കൊന്ന് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? ഭഗവാനെ പ്രാർത്ഥിച്ച് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമുക്ക് കാണാം. ഇത് നല്ലൊരു ഗ്രാമഭംഗിയിൽ നടുക്കുള്ള ഒരു അമ്പലമാണ് കേട്ടോ. മൊത്തം ചുറ്റും പാടവും മരങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് നടുക്കാണ് ഈ ക്ഷേത്രമുള്ളത്. അപ്പോൾ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് സന്ധ്യാസ് വ്ലോഗ്സിലേക്കും ഈ ഒരു മനോഹരമായ ക്ഷേത്ര പരിസരത്തേക്കും. ഓക്കെ, വരും. ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീ ചെങ്ങഴി തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. കണ്ടോ, ഇതാണ് അമ്പലത്തിൻ്റെ ഗേറ്റാണിത്. നമുക്ക് രണ്ട് വഴിയിലൂടെ ഈ അമ്പലത്തിലേക്ക് വരാം കേട്ടോ. ഒന്ന് ഞാൻ ഇപ്പോൾ കാണിച്ച ഈ ഒരു വഴി, അതായത് പോട്ടൂർ വഴി. ഇനി വേറെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ആ വഴി കൂടി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ രണ്ട് വഴിയാണുള്ളത് അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ. കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കി. മൊത്തം പാടവും തെങ്ങും എല്ലാം കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുവാണ് ഈ ക്ഷേത്രം. അതേപോലെ അമ്പലത്തിൻ്റെ കുളം കണ്ടോ, ഇത് ക്ഷേത്രക്കുളമാണ് കണ്ടോ. പൗരാണികമായ രീതിയിലുള്ള ഒരു ക്ഷേത്രക്കുളമാണ് അമ്പലത്തിനുള്ളത്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഗേറ്റിനകത്തേക്ക് കടക്കാം. അമ്പലത്തിൻ്റെ ഗേറ്റിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു പൂങ്കാവനം പോലെ ഒരു ചെറിയൊരു ഭാഗമുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ അമ്പലത്തിൽ വരുമ്പോൾ വിചാരിക്കും, കൃഷ്ണനും രാധയും രാത്രി സമയത്തൊക്കെ ഇവിടെ ഓടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ എപ്പോഴും കരുതാറുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് ഈ ഒരു പൂന്തോട്ടം. ആദ്യം കാണുന്നത് നല്ലൊരു കൊന്നമരമാണ്. അതിലിപ്പോൾ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് കുറേ പൂച്ചെടികളാണുള്ളത്. ഇത് മുല്ലയാണ്, ഒരു പ്രത്യേക തരം മുല്ലയാണ് കേട്ടോ. ഇതിൻ്റെ തണ്ട് ഭാഗത്ത് ഓറഞ്ച് കളറാണ്. ഇത് മിക്ക അമ്പലങ്ങളിലും കാണുന്ന ഒരു ടൈപ്പ് മുല്ലയാണ് കേട്ടോ. നല്ല മണമാണ് ഈ മുല്ലയ്ക്ക്. മുല്ലപ്പൂവിൻ്റെ സ്മെൽ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല ഒരു ദൈവികമായ മണമുള്ളൊരു മുല്ലയാണിത് കേട്ടോ. ഉണ്ട് ഓറഞ്ച് കളർ തണ്ടുള്ള ഈ മുല്ല എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ അമ്പലത്തിലൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ദാരം, അതുപോലെ തുളസി, അങ്ങനെ ഒരുപാട് ചെടികൾ അവിടെയുണ്ട്. നന്ദ്യാർ വട്ടം, അതെല്ലാം ആ വരി വരിയായിട്ട് അവിടെയുണ്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു ആൽമരമാണ് കേട്ടോ. നല്ല പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരമാണ്. ഇതിൻ്റെ ചുവട്ടിലിരുന്നാൽ തന്നെ ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ. നല്ല ഓക്സിജൻ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നാൽ. ഇത് കണ്ടോ, അതിൻ്റെ ആൽത്തറയും. സത്യം പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഒരുപാട് സ്ഥലമുള്ളൊരു അമ്പലമാണ് കേട്ടോ ഇത്. അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത്, അതായത് അമ്പലത്തിൻ്റെ മെയിൻ ഒരു ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലുന്ന ആ ഭാഗം തന്നെ ഒരുപാട് സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൻ്റെ രണ്ടാമത്തെ ഒരു മതിൽക്കെട്ട് വരുന്നത്. അതിൻ്റെ അകത്താണെങ്കിലും സ്ഥലം ഒരുപാടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു ആൽത്തറയിൽ തന്നെ ഇരിക്കാൻ എന്തൊരു സുഖമാണെന്നറിയും. പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നാൽ സമയം പോകുന്നത് അറിയത്തേയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കയറാം. ഇവിടെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരു പൈപ്പ് ഉണ്ട്. നമുക്ക് കാലൊക്കെ കഴുകിയിട്ട് അകത്ത് കയറാം കേട്ടോ.
ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 മണിയായി, അമ്പലം അടച്ചു. ഞാനൊരു 1 മണിക്കൂർ മുമ്പ് ഇവിടെ വന്നു, അമ്പലത്തിനകത്ത് കയറി തൊഴുതായിരുന്നു. അപ്പോൾ അമ്പലത്തിനകത്ത് നമ്മൾ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അമ്പലം അടച്ചിട്ട്, ശ്രീകോവിൽ അടച്ചിട്ട് വരാം എന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് കാത്ത് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അമ്പലം അടച്ചപ്പോൾ എല്ലാവരും പോയി. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇതാ നമ്മൾ അകത്തേക്ക് കയറി. എന്തൊരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണെന്നറിയോ. അത് ഏത് അമ്പലങ്ങളാണെങ്കിലും പള്ളികളാണെങ്കിലും മോസ്കാണെങ്കിലും ദൈവം ഉള്ളിടത്ത് ഒരു വളരെയധികം ഒരു നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു സമാധാനവും ഒരു സന്തോഷവും തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും, ഇല്ലേ? അമ്പലത്തിൻ്റെ വാതിലാണിത്. ഈ വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് അമ്പലക്കോളവും. ഇത് കണ്ടോ, ഈ പാടശേഖരത്തിൻ്റെ ഈ സൈഡിലായിട്ടാണ് അമ്പലക്കുളം. ഈ പാടത്തിന് നടുക്കാണ് അമ്പലം കേട്ടോ. പാടവും തെങ്ങിൻ തോപ്പും എല്ലാം ഉണ്ട്. ഇവിടെ ഗരുഡ ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയുള്ള വിളക്കാണ് അമ്പലത്തിൻ്റെ മുമ്പിലുള്ളത്. അത് മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണല്ലോ, അതുകൊണ്ടാണ് ഗരുഡൻ്റെ വിളക്ക്, ഗരുഡ പ്രതിഷ്ഠയുള്ള വിളക്കുള്ളത്. ഇവിടെയാണ് താഴത്തെ അമ്പലക്കുളമാണ്. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നമുക്കിനി അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വയ്ക്കാം. അപ്പോൾ നമ്മൾ ചുറ്റും, ഇത് അമ്പലത്തിൻ്റെ 2ാമത്തെ മതിൽക്കെട്ടിനകത്താണ് കേട്ടോ. ആദ്യത്തെ മതിൽക്കെട്ടിനകത്തുള്ള സ്ഥലമാണ് ഞാൻ നേരത്തെ കാണിച്ചത്, ആൽമരമൊക്കെ ഉള്ളത്. ഇപ്പോൾ അമ്പലത്തിൻ്റെ 2ാമത്തെ മതിലിനകത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ ഒരു വാതിലാണ്, സൈഡിലുള്ള വാതിലാണ്. നമ്മൾ അമ്പലത്തിൻ്റെ പ്രദക്ഷിണം വയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ ഇത് പുറകുവശത്തെ ഒരു ഗേറ്റാണ്. നമുക്ക് ഇതിൽ കൂടി ഇറങ്ങിയാൽ അമ്പലത്തിൻ്റെ ഭജനമഠം കാണാം. അതാണ് ഭജനമഠം. അവിടെയാണ് എല്ലാ മാസവും പ്രസാദൂട്ടും അതുപോലെ ഭാഗവത പാരായണവും എല്ലാം നടക്കുന്നത്. ഭഗവത്ഗീത പാരായണം ഇവിടെ ഇടയ്ക്ക് നടക്കാറുണ്ട്. അതൊക്കെ ഈ ഭജനമഠത്തിലാണ് നടക്കുന്നത്. എന്തൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണല്ലേ ഈ അമ്പലം ഉള്ളത്. അത്രയ്ക്ക് ഗ്രാമഭംഗി തുളുമ്പി നിൽക്കുന്ന ആ ഒരു മനോഹാരിതയാണ് ഈ അമ്പലത്തിന് സ്വന്തമായിട്ടുള്ളത്. നമ്മൾ അമ്പലത്തെ വലം വെച്ച് കഴിഞ്ഞു. ഇവിടെ എല്ലാം മൈക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടോ, നമ്മൾ നടന്നു വന്ന വഴിയാണ് കാണുന്നത്. അമ്പലം ചുറ്റി പ്രദക്ഷിണം വെച്ച് വന്നപ്പോൾ വഴിയാണ്. നമ്മളിതേ പ്രദക്ഷിണം വെച്ചു. നമ്മൾ തിരിച്ച് അമ്പലക്കുളത്തിൻ്റെ മുന്നിലെത്തി. അതായത് അമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ മുന്നിലെത്തി. അവിടെയാണല്ലോ നമ്മുടെ അമ്പലക്കുളവും ഉള്ളത്. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ശ്രീകോവിലിനകത്തേക്ക് ഒരു കാരണവശാലും ക്യാമറയോ മൊബൈലോ ഒന്നും അനുവദിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പുറമേയുള്ള കാര്യങ്ങൾ കാണിച്ചത്. അമ്പലത്തിൻ്റെ മെയിൻ വാതിലാണ്.
നമ്മൾ പ്രാർത്ഥിച്ചു, ഇതേ പുറത്തേക്ക് ഇറങ്ങി. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ തൊട്ടടുത്തുള്ള മതിൽക്കെട്ടിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി വേറൊരു മതിൽ കൂടി അമ്പലത്തിനുണ്ട് കേട്ടോ, ചുറ്റുമതിൽ. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഇറങ്ങി നമ്മളിനി പോകുന്നത് ഭജനമഠത്തിലേക്കാണ്. ഈ വരിയിലൊക്കെ നിൽക്കുന്നത് നന്ദിയാർവട്ടവും തുളസിയും മന്ദാരവും ഒക്കെയാണ്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരമാണ്. റൈറ്റ് സൈഡിലാണ് ഈ മുല്ലപ്പൂവും കൊന്നപ്പൂവും നന്ദിയാർവട്ടവും തുളസിയും മന്ദാരവും എല്ലാം ഉള്ളത്. ഇവിടെ തീർച്ചയായും രാത്രി ഭഗവാൻ കൃഷ്ണനും രാധയും കുട്ടിക്കളികളെല്ലാം ഇവിടെ ഉണ്ടാവുമായിരിക്കും ഇല്ലേ? അതാ നോക്കൂ, ഈ തോട്ടത്തിൽ അവരൊരുപാട് കുട്ടിക്കളികളും അതുപോലെ ഓടിക്കളികളും ഒക്കെ രാത്രിയിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാം ഉണ്ടാവുമെന്ന്. നമ്മൾ വൃന്ദാവനത്തിലെ ഓരോ കാഴ്ചകൾ നമ്മളിങ്ങനെ ബുക്കിൽ വായിച്ചും എല്ലാം നമുക്കറിയാലോ. നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഭജനമഠം കാണാം. അതായത് ചെങ്ങൈ തൃക്കോവിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഭജനമഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ടൊന്ന് പോയാലോ? വരും. നമ്മുടെ ആൽമരത്തിൻ്റെ സൈഡിൽ കൂടി നമ്മൾ നേരെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഭജനമഠം ഉള്ളത്. നോക്കൂ, നമ്മുടെ ആൽമരം ഇതാണ് അമ്പലത്തിൻ്റെ രണ്ടാമത്തെ മതിൽക്കെട്ടായിരുന്നു. നമ്മൾ ഇതിനകത്തുകൂടിയാണ് കേട്ടോ അമ്പലത്തിൻ്റെ ചുറ്റും നടന്നത്. നമ്മൾ ആ മതിൽക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇത് ആദ്യത്തെ മതിൽക്കെട്ടിനകത്താണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ഭജനമഠത്തിൻ്റെ സൈഡിലെത്തി. ഇവിടെയാണ് ഭാഗവത പാരായണവും എല്ലാ മാസമുള്ള ഭഗവാന്റെ പ്രസാദൂട്ടും എല്ലാം ഉള്ളത്. ആ സമയത്ത് ഇവിടെ നല്ല തിരക്കാണ്. ഭഗവാന്റെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഈ മുറിയിലാണ് കേട്ടോ, ഇതൊരു വലിയൊരു ഹാളാണ്. ഇവിടെയാണ് ഭാഗവത പാരായണവും അതുപോലെ പ്രസാദൂട്ടും ഒക്കെ നടക്കുന്നത്. വലിയ ഹാളാണ്. ആ സമയത്ത് ഇവിടെ എല്ലാം മേശയും കസേരയും എല്ലാം ഇട്ട് ആളുകൾ ഒരുപാട് ഭഗവാന്റെ പ്രസാദം കഴിക്കാനായിട്ട് ഇവിടെ ക്യൂ നിൽക്കാറുള്ള സ്ഥലമാണ്. വലിയൊരു ഹാളാണ് കേട്ടോ ഇത്. ഇതാ ഇവിടെ എല്ലാം ഒരുപാട് വിറക് വച്ചേക്കുവാണ്. ഇതെല്ലാം അമ്പലത്തിലെ ഓരോ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പായസമായിട്ടും ഒക്കെ ഉണ്ടാക്കാനുള്ളതാണ്. ആ സമയത്ത് ഉപയോഗിക്കുന്നതാണ്. ഇതാ നോക്കൂ, നമ്മുടെ അമ്പലം മഹാവിഷ്ണു അമ്പലത്തിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലെ ഭജനമഠത്തിൽ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലാണല്ലോ ഈ ഭജനമഠം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ചെങ്ങൈ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രവും ഭജനമഠവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതാണ് ചെങ്ങൈ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം.